സുനിത ചേച്ചിനെ നമ്മൾ ഫാത്തിമയായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ കറക്റ്റ് കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ ഇങ്ങനെ ഈ തട്ടം ഇട്ടിട്ട് ഇറങ്ങി പിന്നെ പൊട്ടു തൊട്ടിട്ട് ഇറങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അധികം പേര് വന്ന് പറയുന്നത് ചേച്ചീനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ല, തട്ടിട്ട് മുസ്ലിം ആയിട്ട് കണ്ടാൽ അതാ ചേച്ചിക്ക് ഭംഗി കൂടുതലെന്ന് പറയും. ഒരു പാട്ടിട്ട് ഈ സ്റ്റെപ്പ് മാസ്റ്റർ പീസാ, ഞാൻ മറക്കില്ല. അങ്ങനെ പറയുന്നത് ദിലീപേട്ടനും കാവ്യമാധവനും ഉള്ള അങ്ങനെ ആ റേഞ്ചിലായിട്ട് ഞാനും ഷാഫിക്കയും പോയി. ഈ ഒരു ആൽബത്തോടു കൂടി പിന്നെ ഞങ്ങള് ഒരു വലിയ നല്ലൊരു ജോഡിയായി. തിരിഞ്ഞു നോക്കേണ്ടതല്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ആൽബംസും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാവരും ഞാനൊരു മുസ്ലിം ആണ് എന്നാ വിചാരിച്ചോണ്ടിരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. സുനിത നമുക്കൊന്ന് ഇന്നത്തെ പ്രപ്പോസൽസ് ഒക്കെ എങ്ങനെയാ ചേച്ചിക്ക് അന്ന്? ശരിക്കും പറഞ്ഞാലും മുസ്ലിംസ് ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്, കല്യാണം ആലോചിച്ചിട്ട്. അത് മുസ്ലിം പ്രപ്പോസൽ. അന്നൊക്കെ ആൽബത്തിലൊക്കെ ചെയ്യുമ്പോ എത്രയാ നമുക്കൊരു റവന്യൂ, നമുക്കൊരു ഒരു സാലറി എന്നൊക്കെ പറയുന്നത് അന്നൊക്കെ എത്രയായിരുന്നു? എനിക്ക് തോന്നുന്നത് 750 അങ്ങാണ്ടാണ് അന്ന് എനിക്ക് കിട്ടിയിരിക്കും. 750 രൂപ. ഷാഫിക്ക് സുനിതയുടെ കൂടെ ഒളിച്ചോടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയി. ഇങ്ങനെ ഞാൻ ഒളിച്ചോടി പോയി ഇങ്ങനെ പറഞ്ഞ സമയത്ത് റജിലത്ത് അവരോട് പറഞ്ഞത് ആ സമയത്ത് സുനിത എന്റെ വീട്ടിലാണല്ലോ ഉള്ളതെന്ന് അറിയാം. പാട്ടും അടിപൊളി, അടിപൊളി. അത് വാഗമൺ അങ്ങടായിരുന്നു. ജാഫർ ഖാന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 90s കിഡ്സിൻ്റെ തന്നെ എന്താ പറയുക, ഫാത്തിമയാണ്, നാസിയാണ്, തട്ടത്തിൻ പറയത്തിൽ ഈശയാണ്. കുറേ പേര് ഞാൻ നായകന്മാരെ കൊണ്ടുവന്നപ്പോൾ ഒരു നായികമാരെ കൊണ്ടുവരുമെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മുടെ 90s ഒരു നായിക എടുത്തുകൊണ്ടിരിക്കുകയാണ്. സുനിത ചേച്ചി, ഹലോ. താങ്ക് യു സോ മച്ച്. ഇവിടെ ആയിരുന്നു ചേച്ചി. എനിക്കിങ്ങനെ ചേച്ചിനെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാനിപ്പോ ഇവരോടൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് ആൽബംസ് ഇങ്ങനെ പോവാണ് അല്ലേ? നമ്മൾ ശരിക്കും ഫാത്തിമയാണ് ഇരിക്കുന്നത്, ദിൽഹെ ഫാത്തിമയിലെ ഫാത്തിമ. തീർച്ചയായിട്ടും താങ്ക് യു. എന്തായാലും ഇത്രയും നല്ലൊരു എന്താ പറയാ വെൽക്കം തന്നതിന്. അയ്യോ, ഞാന് ചേച്ചിക്ക് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ, നമ്മുടെയൊക്കെ ഫാത്തിമയായിട്ട് മാറിയ സുനിത ചേച്ചി. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇതാണ് എന്റെ ക്ലിക്കായ ആൽബം. അന്നത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ. ഓക്കെ, കേക്കട്ടെ ഞാൻ എങ്ങനെ നമ്മുടെ സുനിത ഫാത്തിമയായി. അതൊക്കെ ഒരു കാലം. ഇങ്ങനെ എത്ര വർഷമായി? 24 വർഷത്തോളായില്ലേ. പക്ഷെ ഈ ഒരു ആൽബത്തിന് മുമ്പ് ഞാൻ വേറെ 1-2 ആൽബം ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് നിൽക്കാതെ, അതാണ് എന്റെ ഫസ്റ്റ് ആൽബം. അത് ഇതേ പറഞ്ഞ പോലെ ഹിറ്റായി, ഗൾഫിലൊക്കെ ഭയങ്കര ഹിറ്റായി. അന്നൊക്കെ CD-ന്റെ കാലമാണ് നമുക്ക്. അപ്പൊ ഒരുപാട് പേര് കണ്ടറിഞ്ഞൊക്കെ തുടങ്ങി. പക്ഷെങ്കിലും എന്റെ ഹിറ്റായൊരു, അതായത് ഈ ഒരു ഇപ്പൊ കണ്ടല്ലോ നമ്മള് ദിൽഹെ ഫാത്തിമ, അത് ചെയ്തോടുകൂടി പിന്നെ പറയണ്ട, എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫുൾ ആൽബംസ്. പിന്നെ ഞാനും ഷാഫിക്കയുടെയും ആൽബത്തില്, അതായത് നിങ്ങൾ പറയുന്നത് ദിലീപേട്ടനും കാവ്യമാധവനും ഉള്ള അങ്ങനെ ആ റേഞ്ചിലായിട്ട് ഞാനും ഷാഫിക്കയും പോയി. ഈ ഒരു ആൽബത്തോടു കൂടി പിന്നെ ഞങ്ങള് ഒരു വലിയ നല്ലൊരു ജോഡിയായി. തിരിഞ്ഞു നോക്കേണ്ടതല്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ആൽബംസും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഒരു കാലം. ഇപ്പൊ പിന്നെ ഒന്നുമില്ല. അതെ, എങ്ങനെയായിരുന്നു ശരിക്കും ഇതിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയാ വെച്ചാല് അന്നൊക്കെ ഞങ്ങളുടെ SSLC കഴിഞ്ഞ ടൈമാണ്. എല്ലാം സ്കൂളിങ് കഴിഞ്ഞ് +1 കയറുന്ന സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ ആൽബം ചെയ്യാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് കലോത്സവ വേദികൾ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടും പുറത്ത് കക്കയത്ത് വെച്ചിട്ട് ഒരു ആൽബം ഷൂട്ട് ചെയ്താണ് കാത്തിരുന്ന് നിൽക്കാതെ. ആ ഒരു ആൽബം ചെയ്തു. റിലീസായതോടുകൂടി പിന്നെ
എന്താ പറയുക, എൻ്റെ സമയമായിരിക്കാം ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും ആൽബം ചെയ്തു. പിന്നെ ക്ലിക്കായത് ഈ ഒരു ദിൽ ഹേ ഫാത്തിമ. അതോടുകൂടി പിന്നെ ഞാൻ എത്ര ആൽബം ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും എത്ര ആൽബം ചെയ്തു? ഇഷ്ടം പോലെ. അതിലൊരു എണ്ണം ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് എണ്ണം അറിയില്ല. കാരണം അത്രയുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഈ ഒരു സമയത്ത് എന്നെ അത്ര, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പം രണ്ടാമത്തെ കുട്ടിയൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പം ആൾക്കാർ ഇപ്പോഴും എന്നെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ഈ ഒരു ആൽബം കാരണമാണ് ശരിക്കും. ഞാൻ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന സിനിമയിൽ കൂടെ അല്ല അറിയുന്നത്, ആൽബത്തിലെ ആള്. അത് അവരെ വീട്ടിലൊരു കുട്ടി, അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്നെ അറിയുന്നത്. ശരിക്കും 2 സിനിമയാണോ ചെയ്തത്? 2 സിനിമ ഞാൻ ചെയ്തു. പക്ഷെ ഒരെണ്ണം ഫസ്റ്റ് പടം ചെയ്ത് റിലീസായിട്ടില്ല. സെക്കൻഡ് പടം റിലീസായി. അത് നിന്നിഷ്ടം എന്നിഷ്ടം ഇളം മഞ്ഞ ആ ഒരു സോങ് ഇല്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടിലെ നായികയായിരുന്നു. അത് റിലീസായി. പക്ഷെ പടം അത്ര ഓടിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പടം ചെയ്യണം നായികയായിട്ടെന്ന്. അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റി. അത് പാട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യും. അത് ഈ ഒരു ആൽബത്തിൽ കൂടെ കണ്ട് 1-2 സീരിയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ കണ്ടിട്ടാണ് എന്നെ അതിലേക്ക് വിളിച്ചത്. ശരിക്കും അന്നത്തെ ഒരു കാലഘട്ടം ചേച്ചി ഒന്ന് തിരിഞ്ഞങ്ങോട്ടേക്ക് പോയേ, അതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതെ, അത് പറയുമ്പോ ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ബഹളവും ഇല്ല. ഫോൺ തന്നെ സാധാ ചെറിയ ഫോണുകളൊക്കെ നമ്മളെ കയ്യിലുള്ളു. എന്താ പറയാ, ഒന്നാമത്തെ വീട്ടിലിരിക്കാനുള്ള ടൈം. കാരണം ഒരു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രി തന്നെ നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോകാന്നൊക്കെ ഞാനിങ്ങനെ വേറെ ഇത് കേട്ടിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആൽബത്തിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു സീരിയലിൽ അങ്ങനെ പോയി വീട്ടിലിരിക്കാൻ സമയമില്ലാതെ എനിക്ക് തോന്നുന്നു 22 വയസ്സ് വരെ ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 24 ആയപ്പോഴേക്കും മാരേജ് ഒക്കെ ആയത്. ഇപ്പം 2 വർഷം ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അതുവരെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നു. 16 വയസ്സ് തൊട്ടിട്ട് 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ഞാൻ 6 വർഷം അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയം തന്നെ. ശരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, അതൊന്ന് ക്ലിക്ക് ആവുന്നു. ആൽബം എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. അതെ, അങ്ങനെയായിരുന്നു അന്നത്തെ ഫേസ് തന്നെ. എത്ര ആൽബങ്ങൾ അല്ലേ. എല്ലാരും ഞാനൊരു മുസ്ലിം ആണ് എന്നാ വിചാരിച്ചോണ്ടിരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. സുനിത എന്നൊന്നും നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ശരിക്കും എങ്ങനെയായിരുന്നു? അപ്പൊ ആളുകൾ ഇങ്ങനെ അധികം തട്ടമിട്ടാ നമ്മൾ കാണാറ്. അപ്പൊ പൊട്ടൊക്കെ തൊട്ട് പുറത്തുനിന്ന് കാണുമ്പോ എങ്ങനെയാണ് അത് റെസ്പോൺസ് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ മലപ്പുറം കാസർഗോഡ് ഒക്കെ ഏരിയ പോകുമ്പോൾ അവർ വരും, കുറേ ഉമ്മമാരൊക്കെ നമ്മളെ കാണാൻ വരിക. വന്നപ്പോൾ ഞാൻ ഈ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് നിൽക്കുന്നെങ്കിലും അവർ എൻ്റെ പൊട്ടൊക്കെ മാറ്റിയിട്ട് എന്നെ കൊണ്ട് തട്ടെടുപ്പിക്കും. മോൾ ഇങ്ങനെ കണ്ടാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന ഇഷ്ടം. പിന്നെ അവർ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുത്തരും. ഇത് കാസർഗോഡൊക്കെ പോയ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വീട്ടിൽ നിന്ന് ഫുഡും ചോക്ലേറ്റൊക്കെ ആയിട്ട് ഉമ്മമാർ വരും എന്നെ കാണാൻ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൽബംസ് ഒക്കെ വളരെ കുറവാണ്. ഇന്നാണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാനുള്ള ആൽബങ്ങളെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അന്നത്തെ ആൽബം എന്ന് പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങനെ മൈൻഡിൽ നിൽക്കും. ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇപ്പോഴും ചേച്ചിയുടെ അന്നൊക്കെ വാൾപേപ്പർ ചേച്ചിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഓട്ടോയുടെ പുറകിലൊക്കെ ഞാൻ വർക്കിന് പോകുമ്പോൾ മലപ്പുറം ഏരിയയിലൊക്കെ എൻ്റെ ഫോട്ടോ ഓരോ ഓട്ടോൻ്റെ പുറകിലൊക്കെ വെച്ച് സ്റ്റുഡിയോൻ്റെ മുന്നിലൊക്കെ ഭയങ്കര പ്രൗഡായൊരു സമയമായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സമയത്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, ഞാൻ ശരിക്കും ഒരു കമന്റ് കണ്ടു, അതായത് ഈ നായികയായിരുന്നു എൻ്റെ ഫോണിലെ വാൾപേപ്പർ കുറേ കാലമെന്ന്. അങ്ങനെയൊക്കെയുള്ള ശരിക്കും എങ്ങനെയായിരുന്നു അതൊക്കെ ചേച്ചി അറിഞ്ഞിരുന്നത്? അത് ഞാൻ ഇതേപോലെ ഇപ്പോഴാണ് അവരൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അങ്ങനെ വലിയ ചാനലൊന്നുമല്ല, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിലെനിക്ക് കമൻസ് വരും. അപ്പോൾ പറയാം ഞാനിങ്ങനെ വാൾപേപ്പർ ഇടായിരുന്നു, അല്ലെങ്കിൽ ചേച്ചി എൻ്റെ ഒരു ക്രഷാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് അവർ മെസ്സേജ് അയക്കുക. അന്നൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര പിടുത്തവും കാര്യങ്ങളില്ല. പക്ഷേ ലൊക്കേഷനിൽ പോകുമ്പോൾ അവർ ലൈവായിട്ട് നമുക്കൊരു ഇത് തരും, അത് എനിക്ക് അന്ന് അറിയണം. പക്ഷെ ഇപ്പം ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറയും, ചേച്ചി ഇപ്പോഴും ഉണ്ടോ, ചേച്ചി ഇനിയും വരണം, നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ എൻ്റെ ഫസ്റ്റ് മോനായ സമയത്ത് മോനൊരു 1.5-2 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ആൽബം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷാഫിഖിന്റെ കൂടെ തന്നെ, മഞ്ചകി. ആ പാട്ടും ഇതേപോലെ നല്ലൊരു ഹിറ്റായി മാറി. അതായത് യൂട്യൂബിലാണ് അന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അതാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം ചെയ്തൊരു മഞ്ചകി. നമുക്ക് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതല്ലേ താജ് ഖാന്റെ കൂടെ. ഇതായിരുന്നു വഞ്ചകി അല്ലേ? ഇതില് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പഴയ ആൽബംസിന്റെ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിരുന്നു.
പിന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞു അതായത് പണ്ടുള്ളവര് നമുക്ക് ക്രഷ് ആയിരുന്നു ഒക്കെ ആയിരുന്നു. അപ്പൊ അന്നത്തെ പ്രപ്പോസൽസ് ഒക്കെ എങ്ങനെയാ ചേച്ചിക്ക് അന്ന് വന്നത്? ശരിക്കും പറഞ്ഞാല് മുസ്ലിംസ് ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്, കല്യാണം ആലോചിച്ചിട്ട്. അതായത് മുസ്ലിം മുസ്ലിം പ്രപ്പോസൽ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മള് പറയില്ല അങ്ങനെയല്ലാതെ. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു ലെറ്റർ ഒക്കെ അന്ന് കൂടുതലായിട്ട് വരുന്നത്? ലെറ്റർ എനിക്ക് അങ്ങനെ ആദ്യം കിട്ടിയിട്ടില്ല. ഇല്ല 1-2 ലെറ്റർ ഒക്കെ ഉള്ളു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഫുൾ ടൈം ലൊക്കേഷൻ ആയതുകൊണ്ട് അവരവിടെ ലൈവായിട്ട് ഉണ്ടാവും ആൾക്കാർ, ഷൂട്ട് കാണാനൊക്കെ വരുന്ന ആ സമയത്ത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായി. ഇപ്പോഴും ഞാൻ പറയില്ല, ഇപ്പോഴും എനിക്ക് മെസ്സേജ് കൂടെ അവർ സപ്പോർട്ട് ചെയ്തായിരുന്നുള്ളൂ. അതിന് വലിയൊരു സന്തോഷം. അന്നത്തെ കാലത്ത് അത്ര ഹിറ്റ് ആയതുകൊണ്ടായിരിക്കില്ല ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ ടൈമിൽ എല്ലാവരും പറയും, അവർ തന്നെ പറയും എനിക്ക് ഇത്ര വയസ്സായി അപ്പോഴും ചേച്ചി ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയും ചില മെസ്സേജിലേക്ക്. സത്യം. ഞാൻ ശരിക്കും ചോദിക്കണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആൽബം ചെയ്തവർക്കൊന്നും പ്രായമാവില്ലേ? പ്രായമുണ്ട്, എനിക്ക് 35 കഴിഞ്ഞു. മീൻസ് വയസ്സാവും, ഓക്കെ. പക്ഷെ നിങ്ങൾ ഈ ലുക്ക് ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 3ാമത്തെ ആളെ ഞാൻ എടുക്കുന്നത്. എല്ലാവരും അതിപ്പോ ജലാലിക്ക് ആയാലും അതേപോലെ തന്നെ. താജുക്കും 52 വയസ്സായെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി പോയി. പുള്ളിനി മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചേച്ചിയും അങ്ങനെ തന്നെ. അതെന്താ നിങ്ങളുടെ ഒരു സീക്രട്ട് ഒന്ന് നമുക്ക് പറഞ്ഞു? ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇപ്പൊ ഫാമിലി ആയിട്ട് മക്കളെ കൂടെ സന്തോഷമായിട്ട് പോകണം, അതാണ് സീക്രട്ട് അല്ലേ? ഓക്കെ. ഇപ്പോ ഈ ആൽബം എനിക്കൊന്നും എണ്ണാൻ പറ്റാത്ത അത്രയും ആൽബംസ് ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും അന്നൊക്കെ ആൽബത്തിലൊക്കെ ചെയ്യുമ്പോൾ എത്രയാ നമുക്കൊരു റവന്യൂ, നമുക്കൊരു ഒരു സാലറി എന്നൊക്കെ പറയുന്നത് അന്നൊക്കെ എത്രയായിരുന്നു? അന്നൊക്കെ ശരിക്കും വെച്ചാൽ എനിക്ക് പറഞ്ഞില്ല, എത്ര വർഷം ഇപ്പം 10-20 വർഷം 20 കൂട്ടം റൗണ്ട് ചെയ്ത് ഇരിക്കട്ടെ. ആ സമയത്തൊക്കെ തുടക്കം എനിക്ക് അങ്ങനെ റവന്യൂവിനെ പറ്റി ഒന്നും അറിയില്ല. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുക. അച്ഛനാണ്. എന്നാലും എൻ്റെ ഫസ്റ്റ് റവന്യൂ കാത്തിരുന്ന് നിൽക്കാനാണ്. എനിക്ക് തോന്നുന്നത് 750 എങ്ങാണ്ടാണ് അന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 750 രൂപ. പക്ഷെ ഞാൻ ക്യാഷില്ല, അച്ഛനാണല്ലോ എടുക്കുക. അത് കഴിഞ്ഞു പിന്നെ നമ്മളത് കൂട്ടുമല്ലോ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ കൂട്ടി 1000, 5, 10, 15 അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറേ ഇനോഗ്രേഷൻസ് ഉണ്ടാവും, നമ്മൾ പ്രോഗ്രാംസ് ഉണ്ടാവും, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അത്യാവശ്യം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര വലിയ പൈസയൊന്നും അല്ല കേട്ടോ. നമുക്ക് അന്നത് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, സാധാരണക്കാരുടെ ഫാമിലി. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടാക്കി. ദിൽഹെ ഫാത്തിമ കഴിഞ്ഞപ്പോൾ ചേച്ചിന്റെ റേഞ്ച് മാറി. അതെ, അതാ നമുക്കൊരു ഹിറ്റ് കിട്ടുമ്പോൾ ഇപ്പം സിനിമയിലൊക്കെ കണ്ടില്ല മാറും. അതുപോലെ ഒരു ഹിറ്റ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്യാഷ് കിട്ടും. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ക്യാഷിനെക്കാട് കൂടുതൽ എനിക്ക് അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഏറ്റവും ഹൈ ആയിട്ട് വാങ്ങിയ ഒരു പ്രതിഫലം ഓർമ്മയുണ്ടോ? ഒരു 15 തന്നെയാണ് ആൽബം സമയത്ത്. ആൽബത്തിന് വേണ്ടിയിട്ട് ഒരു 15,000 അത്ര തന്നെ വാങ്ങിച്ചത്. അന്നത്തെ കാലത്തൊക്കെ അതൊക്കെ 10,000 15,000 വലിയ പൈസ തന്നെയാണ്. തീർച്ചയായും. ഇനി പിന്നെ നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു ആൽബമാണ് മനസ്സിന്റെ അല്ലേ? അതൊന്ന് കാണിക്കട്ടെ ഞാൻ. അടുത്ത ഹിറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായ പാട്ടുകൾ. അതന്നെ വലിയൊരു ഭാഗ്യം. അതെ. അപ്പൊ ഇത് അടുത്തൊരു ഹിറ്റാ ശരിക്കും അല്ലേ? ഇതിന് ശേഷമല്ലേ വരുന്നത്? ഏത്? ദിൽഹെ ഫാത്തിമയ്ക്ക് ശേഷമാണ് ബാക്കി എല്ലാ ഹിറ്റുകളും ഉണ്ടായിട്ടുള്ളത്. ദിൽഹെ ഫാത്തിമയോട് കൂടി ഞാൻ പറഞ്ഞേ ഭയങ്കര ഒരു ഒറ്റയടിക്ക് അങ്ങോട്ട് ഗ്രാഫ് കയറി എന്ന് പറയില്ല, അതേപോലെ അങ്ങ് കയറിപ്പോയി. പിന്നെ വരുന്നതൊക്കെ നല്ല ഇതുപോലെ നല്ല സോങ്സ്, നല്ല ബാനറിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പാട്ടിന്റെ എന്തെങ്കിലുമൊക്കെ പാട്ട് ഇതും എനിക്ക് രാജീവേട്ടനാണ് ഇതിന്റെ ഒരു ഡയറക്ഷൻ. ആള് ഇപ്പോഴും ഫീൽഡിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടെ അഭിനയിച്ചത് അൻവർ, ഇപ്പൊ പടത്തിലൊക്കെ അൻവർ. എല്ലാരും ഞാൻ പറഞ്ഞേ അന്നൊക്കെ ഞാൻ പറയാം, അത് ഈ ഷൂട്ട് എനിക്ക് തോന്നുന്നു എടപ്പാളിലെങ്ങാണ്ടായിരുന്നു. ഇതില് രാത്രി ഒരു കുത്തുന്ന സീനൊക്കെ ഉണ്ട്, അതെ അല്ല വീട്ടിൽ നിന്ന് കുത്തി മരിച്ച്. അതൊക്കെ ശരിക്കും അഭിനയിക്കുമ്പോൾ ശരിക്കും എനിക്ക് അങ്ങനത്തെ സീനൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, അങ്ങനത്തെ ഒക്കെ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തീം വൈസിൽ കഥ വെച്ചിട്ട് ചെയ്തൊരു ആൽബമാണ്. മറ്റേതൊക്കെ റൊമാൻസ് ആയിരുന്നു. ഏത്
വന്നു കാണുന്നു ഇഷ്ടപ്പെടുന്നു. ഇത് അങ്ങനെയല്ല, ഇതൊരു കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ അതൊരു ഫാമിലി അങ്ങനെ ഒരു സിനിമ, ചെറിയൊരു കഥ പോലെ. അപ്പൊ അത് ആ ഒരു ഓർമ്മ എനിക്ക് നല്ല ഇഷ്ടം ഓർമ്മയുണ്ട്. അത് ഈ ഒരു വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ ഇത് മമ്പ ഹിറ്റായി മാറി പാട്ട്. സലീം കൊടുത്തൊരു സലീം കല്ലേ ഇത് ചെയ്തത്. ഫസ്റ്റ് സോങ് ആയിരുന്നു ഇത്. ഫസ്റ്റ് സോങ് ആണെന്ന് അറിയില്ല, പക്ഷെ ഹിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സോങ്. ഓക്കെ, ഇത് ഷാഫിക്ക പറയായിരുന്നു, അങ്ങനെ കേട്ടു, നമുക്ക് അറിയില്ലേ, സലീം ഖാനോട് പറയായിരുന്നു ഇത് ചെയ്യ്, ഇത് ഹിറ്റ് ആവും എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു. സലീം ഖാന്റെ വേറൊരു സോങ് ഹിറ്റ് ആയിരുന്നു, അത് സലീം ഖാൻ അഭിനയിച്ചൊരു വർക്ക്, ഞാൻ കെട്ടിയ പെണ്ണാണ്. ഞാൻ കെട്ടിയ പെണ്ണ്. അതിന് ഇതും സലീമോടെ സോങ് ആണ്, പക്ഷെ ഇതും ഹിറ്റായി. ഓക്കെ, ഇപ്പൊ കുറെ പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതില് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ആക്ടർ ഷാഫിക്ക തന്നെയാണ്. അത് എന്റെ ഒരു ബ്രദറാണ് കൂടെ. ഞങ്ങള് തല്ലുവിടും, ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ ഷാഫിക്കയുടെ വൈഫും നല്ല റജിലത്തായിട്ട്. അതെ, അപ്പൊ എനിക്ക് ഞങ്ങള് എന്താ പറയുമ്പോ ഞാൻ റജിലത്താനെ വിളിച്ച് പറയും ഇതാ ഇങ്ങനെയൊക്കെ ആട്ടോ എന്നൊക്കെ പറയും. ഞങ്ങൾ അത്രയും കമ്പനി ആയിരുന്നു, നമ്മുടെ ഫാമിലി പോലെ തന്നെയായിരുന്നു. പക്ഷെ പുറത്തും ഭയങ്കര ഗോസിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നല്ല, ഞാൻ എൻ്റെ ഒരു എന്താ പറയാ, എനിക്ക് എല്ലാം പറയാൻ പറ്റുന്ന ബ്രദറാണ്. ഞാനൊരു ഗോസിപ്പ് കേട്ടിട്ടുണ്ട്, അതിന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഷാഫിക്കും റജിലത്തെയും കൂടി പറയുന്ന ഒരു ഇതാണ്. ഞാൻ കേട്ടില്ലല്ലോ, എന്തായിരുന്നു അറിയോ? ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. അത് ആണോ? ഇത് പഴയൊരു ഇന്റർവ്യൂവിൽ ഒരു ഭാഗമാണിത്. ഇത് എന്താന്ന് വെച്ചാല്, ഞാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഞാൻ പറയാട്ടോ, വേറൊരാൾ എൻ്റെ അടുത്ത് ഈ അടുത്ത് പറഞ്ഞു, അതാണോ നോക്കട്ടെ. ഞാനിപ്പോ 17 ആൽബം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ തൂങ്ങി മരിക്കാൻ പോവുകയാണ് സുനിതന്റെ കൂടെ ഷാഫിക്ക് അഭിനയിച്ചത്. തൂങ്ങി മരിക്കാൻ പോവാന്നല്ല, മരിച്ചെന്ന്. തൂങ്ങി മരിച്ചു. സത്യം പറഞ്ഞ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഓക്കെ, ഇതിന്റെ ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാല് ഷാഫിക്ക് സുനിതയുടെ കൂടെ ഒളിച്ചോടി. അതെ, ഇതാ ഞാൻ പറഞ്ഞത്. എന്താ പറയുക, ഈ സംഭവം എൻ്റെ ഒരു കസിന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആള് വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഇതിപ്പോ പറഞ്ഞ സത്യം. ഇതിങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയി, ഇങ്ങനെ ഞാൻ ഒളിച്ചോടി പോയി. അപ്പൊ എൻ്റെ വീട്ടിനടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക, നമ്മളെ നാട്ടിലെ എൻ്റെ തൊട്ട വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കടാ നിന്റെ വീട്ടിൽ അവൾ പോയല്ലോ ഒളിച്ചോടി പോലെ. അപ്പോൾ അവൻ പറയാം ഞാൻ എണീറ്റ് നോക്കുമ്പോൾ അവൾ അവിടെ പല്ലേക്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവൾ എപ്പോഴാണ് പോയെന്ന് വെച്ചു. അതായത് വെറുതെ റൂമർ അങ്ങ് അടിച്ചിറങ്ങുക. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ റജിലത്തെ പറയും, ഇങ്ങനെ പറഞ്ഞ സമയത്ത് റജിലത്തെ അവരോട് പറഞ്ഞത് ആ സമയത്ത് സുനിത എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളതെന്ന് അറിയാം. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി, അത് കണ്ടിട്ട് റജിലത്തെ തൂങ്ങി മരിച്ചു. അന്നൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു ഗോസിപ്പൊക്കെ ഏതിലൂടെ ഇവര് വിടുന്നു മനസ്സിലായില്ല. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, പക്ഷെ ഇത് വൈറലായിട്ടുണ്ടായിരുന്നു. ഒളിച്ചോട് പോയി എത്ര 17 ആൽബം? 17 അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോ. ശരിക്കും ഇതല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകളൊക്കെ കേട്ടിട്ടില്ല? ഷാഫിഖാന്റെ കൂടെ മാത്രമേ ഞാൻ ഈ ഒരു ഒറ്റൊന്നേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചത്, ഞാൻ അന്ന് ചെറുതാണ്, ഒരു 4-ലോ 5-ലൊക്കെ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഭാര്യയും ഭർത്താവും. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഞങ്ങൾ കപ്പിൾസ് എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. ഷാഫിക്ക് എപ്പോഴും മാരേജ് കഴിഞ്ഞിട്ടാണല്ലോ ഈ ഫീൽഡിലോട്ട് വന്നത്. ആ സമയം തൊട്ടേ ഞങ്ങൾ അവിടെ വീട്ടിൽ പോകുന്ന അവരുടെ ഉമ്മയും അവര് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. പിള്ളേരായപ്പോൾ വാസുസ്വാമിന് വരെ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് വിളിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല എന്താ പറയുക, എൻ്റെ ഒരു ബ്രദറാണ് ശരിക്കും ഷാഫിക. എനിക്ക് എന്താ അങ്ങനെ തുറന്നു പറയാം. അതുപോലെ ഇത്തയുടെ അടുത്ത് നല്ല കമ്പനിയാണ്. അപ്പോൾ കാരണം ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തപ്പോൾ ദിലീപും കാവ്യ ഇപ്പം അവർ കപ്പിളായി. ആ സമയത്ത് അങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടായില്ല. അതേപോലെ ആൾക്കാർക്ക് ഇഷ്ടം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും അതിൽ അഭിനയിച്ചില്ല. ഞങ്ങൾ തല്ലുകൂടുന്നതാണ്, ആ തല്ലുകൂടുന്ന തന്നെയായിരിക്കും ആ വീഡിയോയിലും കാണുന്ന, ആൽബത്തിൽ കാണുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇത്. അന്ന് എപ്പോഴാണ് ഇത് കേട്ടത് ഇങ്ങനെ? അത് എനിക്ക് തോന്നുന്നു കുറേ വർഷമായി. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആൽബം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഗോസിപ്പ് ഇറങ്ങിയേക്കുന്നത്. അത് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ കുറച്ച് ഞങ്ങൾ ആ കൊയിലാണ്ടി ഭാഗത്ത്, ഏട്ടൻ്റെ വീട് ഷാഫിക്കയുടെ വീട് കൊയിലാണ്ടി കൊല്ലം ഭാഗത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാമല്ലോ ഇങ്ങനെ കേട്ടല്ലോ എന്താ. അപ്പോൾ ഞങ്ങൾ പറയും അങ്ങനെ പലതും കേൾക്കുമല്ലോ, നമ്മളിപ്പോൾ ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലൂടെ കളയും. എൻ്റെ ഫാമിലി ആണെങ്കിലും അങ്ങനെ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡാണ്, വർക്ക് ചെയ്യാതെ വരുമോ അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ കണ്ടിരുന്ന ഒരു ചേച്ചി ഉണ്ട്, ഫാത്തിമ നാസിയൊക്കെ ആയിട്ട്. എനിക്ക് ആ ഒരു ലുക്കിൽ ഇപ്പൊ കാണണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. ഒന്ന് എനിക്ക് ആ ഒരു ലുക്ക് ചേഞ്ച് ആക്കി തരുമോ? നമുക്കത് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ സുനിത ചേച്ചിനെ നമ്മുടെ ഫാത്തിമയായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഫാത്തിമ അല്ലേ? ഒരു മാറ്റവും ഇല്ല ചേച്ചി, അതുപോലെ തന്നെ ആ തട്ടം കൂടി
ഇട്ടപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് അന്നത്തെ ഓർമ്മകൾ കുറച്ചൊരു തടി കൂടിയെങ്കിലും ഡെലിവറി കഴിഞ്ഞല്ലോ. ചേച്ചിക്ക് ഇപ്പൊ ഈ തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ക്യാമറകളൊക്കെ ആയിട്ടിരിക്കുന്നു. അന്നത്തെ കുറെ മെമ്മറീസ് എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ തട്ടിട്ട് അഭിനയിക്കാനൊക്കെ. വീട്ടിലൊക്കെ ഉള്ളപ്പോ ഇടുമായിരുന്നോ? വീട്ടില് തട്ടിട്ട് അഭിനയിക്കില്ല, പക്ഷെ ക്യാമറയുടെ നമ്മുടെ കണ്ണാടിന്റെ മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെറുപ്പത്തില്. അന്ന് ഇങ്ങനെ ഈ തട്ടം ഇട്ടിട്ട് ഇറങ്ങി പിന്നെ പൊട്ടു തൊട്ടിട്ട് ഇറങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ വന്ന് ഇങ്ങനെ പറയുമല്ലോ നമ്മളടുത്ത്. പക്ഷെ എൻ്റെ അടുത്ത് അധികം പേര് വന്ന് പറയുന്നത്, ചേച്ചീനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ല, തട്ടിട്ട് മുസ്ലിം ആയിട്ട് കണ്ടാൽ മതി, അതാ ചേച്ചിക്ക് ഭംഗി കൂടുതലെന്ന് പറയും. അങ്ങനെ കുറെ പേര് വരുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ലുക്ക് ഹെയർ സ്റ്റൈൽ തന്നെ. അതെ അതെ അതെ, അതൊരു ഞാൻ പറയാം, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഇതുപോലൊരു വീഡിയോ റീക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടാണ്. അന്നൊക്കെ എല്ലാവർക്കും ഇങ്ങനെ സൈഡ് എടുത്തിട്ട് ഹെയർ പിൻ വെച്ചിട്ട് രണ്ട് സൈഡിൽ ക്ലിപ്പ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഈ തട്ടിടുക. ആ സമയത്ത് കാത്തിരണിക്കായാലും ഇങ്ങനെ എന്നെ കൊണ്ട് തട്ടടിപ്പിച്ചത്. അത് ഇങ്ങനെയാ തട്ടിട്ടോണ്ടിരുന്നത്. പക്ഷെ അത് പിന്നീട് മാറി അത് ഇങ്ങനെയായി. പക്ഷെ തട്ടിടാൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു എല്ലാവരും പറയും. അതെ, ആരെങ്കിലും ഒക്കെ അന്ന് സമയത്ത് ഷെയർ ചെയ്യാറൊക്കെ ഇന്ന് ഹിജാബ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ ഫർദയുടെ അതിനൊക്കെ അങ്ങനെ ഷെയർ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു തന്നെ ഇങ്ങനെ കാണാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സുനിത ചേച്ചി തട്ടൊക്കെ ചുറ്റി ആ പഴയ ഒരു സുന്ദരിയായി വന്നപ്പോൾ എനിക്കൊരാഗ്രഹം, നമുക്ക് ചേച്ചീനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആൽബത്തിന്റെ ഒരു ഭാഗം ചെയ്യിപ്പിക്കണം എന്ന്. അപ്പൊ ചേച്ചി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ദിൽഹെ ഫാത്തിമയിലെ ഒരു ഫാത്തിമയായിട്ടാണ്. ഓക്കെ ആണോ? നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇവിടുത്തെ പാട്ട് ഇട്ടുതരാം, ചേച്ചി അഭിനയിച്ചോളൂ. ആക്ഷൻ. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുക. എനിക്കൊന്നും ചെയ്യാനില്ല. ആ സോങ്ങിൽ ഞാൻ ഇങ്ങനെ ഇരിക്കല്ലേ. എനിക്ക് തോന്നുന്നു അധിക സോങ്സ് ഇങ്ങനെയാണ്. സോങ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവും, മെയിൽ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എനിക്കൊന്ന് ലിപ്പനക്കാനുള്ള ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ഇമോഷണൽ സോങ് ആയിരിക്കും. അങ്ങനത്തെ സോങ് ഉണ്ടായിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഭയങ്കര ഡാൻസാ. ഒരു കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് നിങ്ങക്ക് അല്ലേ? അതേപോലെ ഈ കാത്തിരുന്ന് നിൽക്കാൻ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ്. അത് ഞാൻ ഇവിടെ ഇട്ടു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ അതെ ഫുള്ള് അതെൻ്റെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എൻ്റെ അടുത്ത് അഭിനയം എന്താണെന്ന് പോലെ എനിക്ക് അറിയാണ്ട് പോയി ചെയ്തത്. എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ തട്ട ഇങ്ങനെ ഇടുക, ക്യാമറയ്ക്ക് നോക്കുക, ചിരിക്കുക, മുഖം എങ്ങനെ മറിക്കുക, ഇങ്ങനെ മറിക്കുക, ഇത് തന്നെ കളിക്കുക. ഞാൻ സംഭവം ആ പാട്ട് മുഴുവൻ ഞാൻ അങ്ങനെ കളിച്ചു. അതവരെങ്ങനെയേ ഒപ്പിയെടുത്തു. പിന്നെ ഈ ഡാൻസ് ജാഫർ ഖാന്റെ കൂടെ അതെനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. നല്ലൊരു പാട്ട് അതല്ലേ, നാസി അങ്ങനെ എന്തോ അല്ലേ? അതൊന്ന് പാടി. അയ്യോ, എനിക്ക് പാട്ടൊന്നും അറിയില്ല. ഞാൻ പാട്ട് പാടി അഭിനയിക്കും. ഞാനറിയാതെ നല്ലൊരു പാട്ടിന്റെ കോണിൽ നീ വന്നിരുന്നു നാസിയ. ആ പാട്ട് സൂപ്പർ സൂപ്പർ. നാസിയ, നാസിയെ കാണിച്ചു തരാവേ. ഡാൻസ് ഒക്കെ സൂപ്പർ അല്ലേ? പാട്ടും അടിപൊളി, വിഷ്വലും അടിപൊളി. അത് വാഗമൺ അങ്ങടായിരുന്നു. ജാഫർ ഖാന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക്. നല്ല കോവാട്ടറാണ്, നന്നായിട്ട് നമ്മളെടുത്ത് സംസാരിക്കുക. അതൊക്കെ ഇക്ക കുറച്ചുകൂടി ഫേമസ് ആയിരിക്കുന്ന ടൈമല്ല, അതൊക്കെ നല്ല വർക്കായിരുന്നു. പിന്നെ താജിക്ക മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. അത് ഞാൻ പോലെ സ്വന്തം ബ്രദറിനെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന, എപ്പോഴും ചോക്ലേറ്റും അല്ല എന്തെങ്കിലുമൊക്കെ മിഠായിയൊക്കെ കൊണ്ടുതരുന്ന നല്ലൊരു ആളാണ് ഇക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, താജിക്കന്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൽബമാണ് ഒരു പൂ. അത് എന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റിൽ ഒരു പാട്ടാണ് ഒരു പൂ തന്നാൽ. ഒരു പൂ തന്നാൽ അത് നമുക്ക് അതില് നല്ല. താജിക്കന്റെ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആൽബം ചെയ്തിട്ടില്ല. അപ്പൊ താജിക്ക് എപ്പോഴും പറയായിരുന്നു, സുനിത നീ എന്റെ കൂടെ ചെയ്തില്ലല്ലോ, നമുക്കൊരു ആൽബം ചെയ്യണ്ട. അങ്ങനെയൊക്കെ ഇത് സജിയുടെ കൂടെ വർക്ക് ചെയ്ത ഞാനും താജിക്കയും കൂടി ചെയ്ത ഗുണ്ടൽപേട്ടിൽ, അതിന്റെയൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഓർമ്മ. ഈ അടുത്ത് ഞാൻ താജിക്കന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിലാണ് ഇത് ഞാൻ കാണിക്കുന്നത്. ടൈമില്ലായിരുന്നു നമുക്ക്, അന്ന് നോമ്പിന്റെ ഒരു സമയമായതുകൊണ്ട്.
അപ്പൊ താജുക്ക് ഇത് കണ്ടിട്ട് ഇരിക്കുകയാണ്, വീണ്ടും ഇരിക്കുക, നോമ്പ് തുറക്കണം എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് എന്റെ പറയാ, ഓ എന്ത് രസാന്നറിയോ, അത് മറ്റേ എവിടെയായിരുന്നു, കർണാടകയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു മെമ്മറി ഷെയർ ചെയ്യാം. നമുക്ക് അതൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ട് ഡാൻസും ചെയ്തിട്ടുണ്ട് പുള്ളി അതില്, അല്ലേ? അടിപൊളി സോങ്. അതെ, ഈ ഒരു ഷൂട്ടിന്റെ ഒരു മെമ്മറീസ് ഒക്കെ ഈ ഷൂട്ടിന് നല്ല മെമ്മറി എനിക്കുണ്ട്. വർക്ക് ചെയ്യാൻ പോയി അവിടെ ഞാൻ പറഞ്ഞില്ലേ കർണാടകയിൽ ഗുണ്ടൽപേട്ടിൽ ഈ സൂര്യകാന്തിയും ചെട്ടിപ്പൂവും ഒക്കെ നിൽക്കുന്ന സമയമാണ്. പിന്നെ താജ് ഖാനെ പറ്റി പറഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു പാട്ടിനെ പോലെ തന്നെ അതായത് അഭിനയിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഇതിലൊരു സീനുണ്ട്, ഇങ്ങനെ ട്രാക്ടറിൻ്റെ മുകളിൽ ആളിങ്ങനെ പോണേ. അപ്പോൾ സജിയുടെ പറയുന്നുണ്ട്, നീ റിസ്ക് എടുക്കണ്ട, ട്രാക്ടർ ഇങ്ങനെ മൂവ് ചെയ്യണ്ട, അല്ല കുഴപ്പമില്ല ചെയ്തത്. പക്ഷേ ജസ്റ്റ് എന്തോ ഭാഗ്യത്തിലാണ് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് താഴെ വീഴേണ്ടതാണ് അതിൻ്റെ ഇതിലോട്ട്. പക്ഷെ എന്തോ ലക്കിന് രക്ഷപ്പെട്ടു. കാരണം എത്ര റിസ്ക് എടുത്തിട്ടും അഭിനയിക്കാൻ ആള് റെഡിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെന്താ ആ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൽ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വർക്ക് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അതേ കോസ്റ്റ്യൂം തന്നെ, ഒരു കോസ്റ്റ്യൂമൊക്കെ അവർ തരും നമുക്ക്. എൻ്റെ ആ പാട്ട് എനിക്ക് തീരെ ഓർമ്മയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടൊരു സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സോങ് ആ ഒരു കോസ്റ്റ്യൂമിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഓർമ്മയാണ്. ഇപ്പോ ഈ ആൽബംസ് ഒക്കെ ഇപ്പൊ കാണാറുണ്ടോ? ഇപ്പൊ പിന്നെ ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അപ്പൊ അന്നത്തെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇന്ന് കാണുമ്പോ എന്താ ചേച്ചിക്ക് ഇന്നിപ്പോ തോന്നുന്നത് എന്താ? ഇപ്പൊ എനിക്ക് ആൾക്കാർ എന്താ പറയുക ബോറാണ്, പക്ഷെ അന്ന് അത് ഭയങ്കര ഹിറ്റായിരുന്നു. ആൾക്കാർക്ക് അത് വേണം. ഞാൻ ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഈ ഒരു സാധനം ഞാൻ എല്ലാ ആൽബത്തിലും ഇടും. പക്ഷെ ആൾക്കാർക്ക് അന്ന് ഇഷ്ടമായി. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും കളിയാക്കി കൊല്ലും. എനിക്കൊരു പാട്ടിട്ട് ഈ സ്റ്റെപ്പ് മാസ്റ്റർ പീസാ, ഞാൻ മറക്കില്ല. ഏത് പാട്ടാടണ്ടേ? മനസ്സിന്റെ മണിയറയിൽ ഇട്ടിട്ട് ചേച്ചി ഇങ്ങനെ ചെയ്ത് തന്നാ മതി കേട്ടോ. നല്ല ഭംഗി, നല്ല ക്ലോസ് ആക്കി എടുത്തോളൂ. ഓക്കെ ഓക്കെ. മ്യൂസിക്. ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇത് കാണിച്ചിട്ട് അടിപൊളിയല്ലേ? ചേച്ചി ഒരു സംഭവമായിരുന്നു കേട്ടോ, ഒന്നും പറയാല്ല. ഇപ്പോഴും ഒരു മാറ്റമില്ല ചേച്ചി, അതിങ്ങനെ കളിക്കുക ആ ഒരു ഇതൊക്കെ വരുമ്പോ അത് നമ്മളെ മനസ്സിലുണ്ടാവല്ലോ. എത്രയായാലും നമ്മൾ അതൊന്നും അങ്ങ് വിട്ടുപോകുന്നല്ലേ. എപ്പോഴാ ശരിക്കും ഈ ആൽബംസ് ഒക്കെ ഒന്ന് അതിന്റെ ഒരു ഹൈപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ഡൗൺ ആന്ന് തുടങ്ങിയത്? എനിക്ക് തോന്നുന്ന ഞാൻ പറഞ്ഞില്ല പടം ചെയ്യാൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 23 ആകുമ്പോഴത്തേക്ക് വയസ്സാകുമ്പോൾ ഞാൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 24 ഒക്കെ ആയപ്പോൾ മാരേജിലേക്ക് പോയി. മാരേജ് കഴിഞ്ഞിട്ടും എനിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നമ്മൾ അഭിനയിച്ചു ഈ ഫീൽഡൊക്കെ ആയിട്ട്. പക്ഷെ ആളും ഈ ഫീൽഡാണ്. ഏട്ടനും സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്, സപ്പോർട്ടീവാണ്, ഒരു കുഴപ്പമില്ല, ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാനായിട്ട് എടുത്ത തീരുമാനമായിരുന്നു എനിക്ക് ഫാമിലി ലൈഫിനോടാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിള്ളേരൊക്കെ വന്നപ്പോൾ മക്കളൊക്കെ ആയപ്പോൾ അവരുടെ കൂടെ ഇരിക്കാനും ആ ലൈഫാണ് ഞാൻ എൻജോയ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ മോനായി, ഇനി വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, നല്ല നല്ല വർക്ക്. അതുപോലെ തന്നെ ഞാനിപ്പോൾ തടി കൂടിയിരിക്കുകയാണ്, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോകണം. ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു പ്രേമം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ടായിരുന്നു. അത് രണ്ടാമത് റീഷൂട്ട് ചെയ്താണ് ഷാഫിക്ക് ഞങ്ങളൊക്കെ ചെയ്തത്. അതിലൊരു ശകുന്തളയൊക്കെ അതെ 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 ഈ ലുക്ക് ഒരു മാറ്റി പിടിച്ചിട്ട് അല്ലേ ആ ഒരു ഇതുണ്ട്. അത് വേഷം 3 വേഷം ഉണ്ടായപ്പോ എന്റെ അടുത്ത് ചോദിച്ചാൽ ഏതാ ഇഷ്ടം, ഞാൻ പറഞ്ഞു ശകുന്തള മതി. നമുക്ക് ആ ശകുന്തളനെ ഒന്ന് കാണാം. ഓ അതും ഹിറ്റ് സോങ് ആണല്ലോ. അത് ഹിറ്റാ, ഭയങ്കര ഹിറ്റാ. പ്രേമം അല്ലേ? ഇതിന് സോങ് ആദ്യം വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതും ഹിറ്റായി, ഭയങ്കര ഹിറ്റായി. ഇപ്പൊ ഈ ഒരു വേഷം ചേച്ചി എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തതാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ശരിക്കും കംഫർട്ട് ഏതായിരുന്നു? ഇങ്ങനെ ഉള്ള ഒരു ഇതായിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു? മറ്റേത് ചെയ്തത് നമ്മൾ മടുക്കുമല്ലോ കുറേ ചെയ്ത്, അപ്പൊ ചേഞ്ച് കിട്ടുമ്പോ ആരാലും ആഗ്രഹിച്ചു. അതെ, അതിൽ 1-2 ഇതുമല്ല വേറെ കോസ്റ്റ്യൂം, ഇത് അത്യാവശ്യം നല്ല വർക്കായിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോ ശരിക്കും
ചേച്ചി ഷാഫിക്ക താജിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇനി ഒരു ആൽബം കൂടി വരികയാണെങ്കിൽ ചെയ്യുമോ? തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യണം. ചെയ്യണം. അന്നത്തെ ഒരു സമയത്ത് നമ്മളെല്ലാവരും ചെയ്ത വർക്കുകളൊക്കെ നല്ല ഹിറ്റായിരുന്നു. നല്ല പാട്ടും അതുപോലെ നല്ലൊരു ടീമിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഫാമിലിനെ പറ്റി കുറേ ആയി നേരെ ഈ പറയുന്നു. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, 2 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്നെ വിളിക്കരുത്. ആൾക്ക് പുറകിൽ നിൽക്കാൻ, ക്യാമറയുടെ പുറകിൽ പിന്നെ 2 കുഞ്ഞുങ്ങളെ കാണിക്കണം എന്ന് ചേച്ചിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ചേച്ചിയുടെ 2 കുഞ്ഞു മക്കളുണ്ട്. ആ മക്കളെ നമുക്കൊന്ന് കാണിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ കൂടെ സുനിത ചേച്ചിയുടെ 2 മക്കള് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു കുറുമ്പനുണ്ട്, ഒന്ന് കാട്ടുകുറുമ്പനാണ് അവൻ. ഇതാണ് മോന്റെ പേര് യുവൻ. യുവൻ, ഞാൻ എന്തിനാ ഇവിടെ ഇരുത്തിന്ന് പറയും. അത് വേണ്ട. മോനെ കൊടുക്കണോ? മോനെ നമ്മൾ കൊടുക്കാം. പൂട്ടെ അച്ഛൻ്റെ കൂടെ കളിച്ചു. മോനെ കിട്ടിയായിരുന്നോ? കിട്ടിയല്ലോ അല്ലേ? പിന്നെ ചേച്ചിയുടെ എന്റെ അടുത്തേക്കാണോ അത് കിട്ടിയതാ? അച്ഛനാ. യുവൻ, അമ്മേന്റെ ആൽബം ഒക്കെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാ അമ്മ കാണിച്ചു തന്നെ ആൽബം? ഈ കൊല്ലം തന്നെ കാണിച്ചിട്ട് ഈ കൊല്ലം കാണുന്നത് ആൽബം ഏതാ? മറ്റേ ഫാത്തിമയാണോ? ദിൽഹെ ഫാത്തിമ, മനസ്സിന്റെ ഇഷ്ടമാണോ? പ്രേമം പാട്ട്. പ്രേമം, അതാണ്. സ്കൂളിലൊക്കെ മോൻ പറഞ്ഞിട്ടുണ്ടോ അമ്മനെ പറ്റി? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല. ഇവർക്ക് അറിയലുണ്ടാവില്ല. അറിയാം അല്ലേ? അമ്മ ഇങ്ങനെയാണോ ഇരിക്കുന്നതാണോ, അല്ലെങ്കിൽ അമ്മ മറ്റേ പൊട്ടൊക്കെ തൊട്ടിരിക്കുന്നതാണോ മോന് ഇഷ്ടം? പൊട്ടൊക്കെ തൊട്ട് അവന്റെ അമ്മ അങ്ങനെയാണല്ലോ അല്ലേ? അമ്മനെ കണ്ടോ? അന്നത്തെ അമ്മേനൊക്കെ ഇന്നും കാണാൻ പറ്റിയില്ലേ? അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ അല്ലേ? അതല്ല, ഞങ്ങള് മോളിലൊക്കെ അങ്ങനെ പോകുമ്പോ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഈ അമ്മേനൊക്കെ ഇപ്പോഴും അറിയാം. ഇവർക്കൊക്കെ എങ്ങനെ ചോദിക്കും, കളിയാക്കും. ഇവർക്കൊക്കെ ഇപ്പോഴും അറിയാം അമ്മേനെ ചോദിക്കും. അമ്മേന്റെ ആൽബം കണ്ടിട്ട് അച്ഛനും മോനും എല്ലാരും കൂടി അമ്മനെ കളിയാക്കാറുണ്ടോ? ഏത് ആൽബം കണ്ടോ? അതെന്റെ ഈ എക്സ്പ്രഷനൊക്കെ എനിക്ക് ഇപ്പൊ ശരിക്കും ചേച്ചിന് ഈ കണ്ണടയൊക്കെ വെച്ചിരിക്കുമ്പോ ഏത് ലുക്കാ തോന്നുന്നേന്ന് അറിയോ? എനിക്കറിയാം. ഏതാ? അതിനുള്ള സെയിം ലുക്ക്. അതായത് ആ പൊട്ടിന്റെ ഒരു അങ്ങനെ ആയിട്ടേക്കുന്നു. ആ പാട്ടൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കേ, ഈ ഒരു ആൽബത്തിൽ ഒരു കണ്ണട അല്ലേ, ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പൊട്ടിക്കുട്ടി പോലെ അല്ലേ? എങ്ങനെയായിരുന്നു ഈ ഒരു ആൽബത്തിന്റെ ഒരു ഇത് എനിക്ക് പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു. അപ്പം അത് നമ്മളെ നാട്ടിൽ തന്നെ. പക്ഷെ ഇങ്ങനെ ലുക്ക് ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടെ പോയപ്പോ പറഞ്ഞു ഇങ്ങനെയാണ്. അതേ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ മുടിയൊക്കെ സെന്റർ എടുത്ത് പറ്റിച്ച് വാർന്നിട്ട് അങ്ങനത്തെ ഒരു എന്താ നമുക്കൊന്നും അറിയാത്തൊരു കുട്ടി പെണ്ണ് കാണാൻ വരുന്നു. പക്ഷെ കുട്ടീൻ്റെ കോലം കണ്ടിട്ട് അവർ ഇഷ്ടപ്പെടാതെ തിരിച്ചു പോയിട്ട് ആ കൂടെ വന്ന ആളാണ് ഷാഫിക്ക. അപ്പൊ ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ ആളും അങ്ങനെ ക്യാരക്ടർ മാറ്റി എടുക്കുന്നത് ക്യാരക്ടർ. പക്ഷെ ഈ പാട്ടും നല്ലൊരു ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു ശരിക്കും. എനിക്ക് തോന്നുന്നു നന്നായിട്ട് പാടും കൂടി ചെയ്യുന്നു ഞാൻ. അഭിനയം മാത്രമല്ല, നമുക്ക് പാട്ടും വശമുണ്ട് അല്ലേ? വശമൊന്നുമില്ല, എന്നാലും മൂളിപ്പാട്ടൊക്കെ പാടല്ലോ. ഒരു പാട്ട് പാടുമോ? പാട്ട് പാടണം. അങ്ങനെ ഭയങ്കര വലിയ സിംഗർ ഒന്നല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പാടാം. എന്റെ സൗണ്ട് ഒന്നും പോരാ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി കൂടുമോ. സൂപ്പർ. അപ്പൊ എന്താ പറയാ ചേച്ചി, നമ്മൾ വിളിച്ചപ്പോ ഇവിടെ വന്നു അല്ലേ? കുഞ്ഞുണ്ട്, കുഞ്ഞിപ്പോ ഇവിടെ കിടന്ന് കരഞ്ഞും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത്ര ടൈം വേണ്ടി ഇരുന്നു. നമുക്ക് ചോദിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ ആൻസർ തന്നു. അപ്പൊ എന്താ പറയാ ചേച്ചി, താങ്ക് യു. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്തോ? സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർഷമായി ഞാൻ വർക്ക് ചെയ്തിട്ടിപ്പോ. ഇപ്പൊ മോനൊക്കെ കഴിഞ്ഞപ്പോ എനിക്കൊന്ന് എൻ്റെ മീഡിയസിൽ തന്നെ ഞാൻ ഉള്ളോട്ട് വലിഞ്ഞിരിക്കുക. ആ സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കണ്ടപ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തൊന്നും ശീലമില്ല. അപ്പം നിങ്ങളുടെ വെറൈറ്റി മീഡിയൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോപ്പുലറായിട്ട് ഓൺലൈൻ മീഡിയയിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു നിങ്ങൾ എന്നെ ശരിക്കും ഞാനാണ് നിങ്ങൾ താങ്ക്സ് പറയണ്ടേ. ഇങ്ങനത്തെ ഒരു സമയത്ത് എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു. സന്തോഷം, ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.